ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഷോർട്സിന് നല്ല വ്യൂസും അതിൽ കൂടെ നമുക്ക് സബ്സ്ക്രൈബേഴ്സും ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ഷോർട്സ് അപ്ലോഡിങ് വീഡിയോ ആണ്. എങ്ങനെയാണ് ഷോർട്സ് അപ്ലോഡ് ചെയ്യുക എന്നൊരു വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യാൻ അറിയാത്തവർക്കും അറിയുന്നവർക്ക് തന്നെ പല മിസ്റ്റേക്കും സംഭവിക്കാം. അവർക്കൊക്കെ കൂടിയുള്ള ഒരു വീഡിയോ, അടിപൊളി വീഡിയോ ആണ്. അറിയാത്തവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം, അതൊരിക്കലും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്ന മുമ്പ് ആദ്യമായി ഞാൻ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പം നേരെ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് കിടക്കാം. അതായത് യൂട്യൂബ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഏതെങ്കിലും വീഡിയോ, ഷോർട്സ് വീഡിയോ സെലക്ട് ചെയ്ത് എടുക്കണം. ഞാൻ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് അടിയിലുള്ള പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് എനിക്കൊരു നല്ലൊരു ഷോർട്സോ വീഡിയോ അങ്ങനെ ഏതെങ്കിലും ഒന്ന് ഞാൻ ക്ലിക്ക് ചെയ്ത് എടുത്തു. അതിനുശേഷം നമുക്ക് ഷോർട്സിന് പറ്റിയ വീഡിയോ ആയിരിക്കും നമ്മൾ എടുക്കേണ്ടത്. ഏകദേശം 1 മിനിറ്റോളം ഉള്ള വീഡിയോ ആയാൽ അത്രയും നന്ദി. ഞാൻ എൻ്റെ ഒരു നല്ലൊരു വീഡിയോ ഏതെങ്കിലും ഒരു സാധനം ഞാൻ എടുത്തു. അതിനുശേഷം നമുക്കവിടെ ആഡ് ഡീറ്റെയിൽസ് എന്ന് ഒരു ഓപ്ഷൻ വന്നു. അത് കുറച്ച് സെക്കൻഡ് ആയതുകൊണ്ട് വീഡിയോയിലേക്ക് മാറിയതാണ്. അപ്പോൾ ഞാൻ വേറൊരു ഏതെങ്കിലും കുറഞ്ഞ മിനിറ്റുള്ള ഏതെങ്കിലും ഒരു വീഡിയോ ഞാൻ എടുത്തു. 1 മിനിറ്റ്, എൻ്റെ എല്ലാം വീഡിയോ ആണ്. ഓക്കെ ഗൈസ്, ഞാനൊരു ഷോർട്സ് അവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നല്ലൊരു ക്യാപ്ഷൻ അവിടെ കൊടുക്കണം. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ എന്തെങ്കിലും ചെയ്താൽ വെച്ചാൽ ഹൗ ടു മേക്ക് യൂട്യൂബ് ചാനൽ ഞാൻ ഇതാക്കി എൻ്റെ ടൈറ്റിലായിട്ട് ഞാൻ കൊടുത്തു. അതിനുശേഷം നമുക്കിവിടെ ഒരു പെൻ ഐക്കൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഏത് തമ്പനെയിൽ വേണോ അത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഷോർട്സിന് അങ്ങനെയാണ് തമ്പനെയിൽ കൊടുക്കുക. അടുത്തതായിട്ട് നമുക്കിവിടെ ഒന്നും കൊടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല. അതായത് ഇത് വീഡിയോ അല്ല, ഷോർട്സാണ്. അപ്പോൾ നമുക്കിവിടെ ഈ ഷോർട്സ് നമുക്ക് വേണമെങ്കിൽ വൈറ്റ് സ്റ്റുഡിയോയിൽ പോയി ടാഗും കീവേഡും ഒക്കെ നമുക്ക് അവിടെ കൊടുക്കാം. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല വ്യൂസൊക്കെ കൂടാൻ നല്ല സാധ്യത ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ ലൊക്കേഷൻ എന്നൊക്കെ ഉണ്ട്. അതൊന്നും നിങ്ങൾ നോക്കേണ്ട, പബ്ലിക്കോ പ്രൈവറ്റോ, അതായത് നമുക്ക് അവിടെ പബ്ലിക്കോ പ്രൈവറ്റോ ഒക്കെ നമുക്ക് അവിടെ ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് സെലക്ട് ഓഡിയൻസ് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ യെസ് മെയ്ഡ് കിഡ്സ് ഉണ്ട്, നോ മെയ്ഡ് കിഡ്സ്, അതായത് കുട്ടികൾക്ക് കാണാനുള്ളതാണ് അല്ലെങ്കിൽ കുട്ടികൾക്ക് കാണണ്ടാത്തതാണ് എന്നുള്ളതാണ് 2 ഓപ്ഷൻസ്. ഞാനിപ്പോൾ രണ്ടാമത്തെ ക്ലിക്ക് ചെയ്തു, എന്നിട്ട് ബാക്ക് അടിച്ചു. പിന്നെ അപ്ലോഡ് ഷോർട്സിന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ അവിടെ എൻ്റെ ഷോർട്സ് അപ്ലോഡ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് വൈറ്റ് സ്റ്റുഡിയോയിൽ പോയിട്ട് അവിടെ എല്ലാം ആഡ് ചെയ്യാം. അത് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. വൈറ്റ് സ്റ്റുഡിയോയിൽ പോയിട്ട് ഞാൻ എൻ്റെ ആ ഷോർട്സ് അല്ല, ഞാൻ വേറെ ഷോർട്സാണ് എടുത്തത്. ആ ഷോർട്സ് എൻ്റെ ഇപ്പോൾ റണ്ണിങ് ആയിട്ടില്ല. അപ്പോൾ വേറെ ഷോർട്സിന് എങ്ങനെ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പെൻസിൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ കുറേ ടാഗുകൾ കൊടുക്കാം. ഫസ്റ്റ് ഞാൻ ടൈറ്റിലിൽ ടാഗുകളാണ് കൂടുതലും കൊടുത്തത്. പിന്നെ ഇവിടെ അടിയിൽ ആഡ് ഡിസ്ക്രിപ്ഷൻ എന്നുണ്ട്. അതിൽ നമുക്ക് കൂടുതലും ആദ്യം ഹാഷ്ടാഗ് ഇട്ടിട്ട് നമ്മളിപ്പോൾ ഷോർട്സ് കൊടുത്ത് ഷോർട്സ് വീഡിയോ കൊടുത്ത് അപ്പോൾ ആൾക്കാർ ഷോർട്സ് വീഡിയോ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോ വരാൻ നല്ല സാധ്യതയുണ്ട്. പിന്നെ ഏറ്റവും അടിയിൽ പോയാൽ നമുക്ക് ടാഗിന് കാണാം. 7 ടാഗുകളെടുത്ത് ഷോർട്സിന് നമുക്ക് ഇഷ്ടമുള്ള കുറേ സാധനങ്ങളുണ്ടാവും. അതൊക്കെ നമുക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം നമ്മൾ ഇതാക്കി കഴിഞ്ഞാൽ ഷോർട്സ് അവിടെ ആഡ് ആയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഓരോന്നും ചെയ്യും. പിന്നെ ആഡ് ടു പ്ലേലിസ്റ്റ്, ലൊക്കേഷൻ, റിലേറ്റഡ് വീഡിയോ, പിന്നെ പബ്ലിക്, പ്രൈവറ്റ്, നമ്മൾ എല്ലാം അവിടെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഷോർട്സിന് പറ്റിയ ഏറ്റവും നല്ലത് വൈറ്റ് സ്റ്റുഡിയോയിൽ പോയിട്ടൊക്കെ എഡിറ്റ് ചെയ്യുന്നതാണ്. യൂട്യൂബ് വീഡിയോ ഇടുമ്പോൾ നമുക്ക് യൂട്യൂബിൽ തന്നെ പോയി എഡിറ്റ് ചെയ്യാം. അപ്പോൾ അതാണ് ഏറ്റവും സുഖം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഷോർട്സ് അപ്ലോഡ് ചെയ്തൊരു വ്യൂസ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്യാം. ഉറപ്പാണ്. നല്ല ടാഗും കീവേഡും നല്ല തമ്പനെയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പാണ് ഷോർട്സിന് നല്ല റീച്ച് ആവുന്നതായിട്ട് ഉറപ്പ് ഞാൻ തരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ഓൾ ഓഫ് യു, താങ്ക് യു.